ഹലോ, ഇന്ന് നമുക്ക് പഫ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. പഫ് ഫ്ലവർ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മാജിക് റിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. മാജിക് റിംഗ് ചെയ്തതിന് ശേഷം ഒരു 15 സിംഗിൾ ക്രോഷ് ഞാനിതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ആദ്യം ചെയ്തത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള 14 സിംഗിൾ ക്രോഷയും കൂടെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ 15 അങ്ങനെ ടോട്ടൽ 15 സിംഗിൾ ക്രോഷ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ ഒരു ചെയിനിലോട്ട് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്കൊന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ യാണിനെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെയിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യാണിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ട് ഇവിടെ വേറൊരു കളറ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, ആ ഹുക്കിലൂടെ ഞാൻ ഇൻസേർട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഓൾറെഡി നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇനി നമുക്കൊരു 3 ചെയിനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നാല് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷി ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കംപ്ലീറ്റായി ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു ലോങ് ലൂപ്പായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹുക്കിനെ നമ്മൾ എടുക്കണം. അങ്ങനെ ഒരു 3 ഡബിൾ ക്രോഷയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. 3 ഡബിൾ ക്രോഷേ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഹുക്കുമ്മേ ഒരു 4 ലൂപ്പ് നമുക്കിവിടെ കിട്ടും. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ലോങ് ലൂപ്പായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഇൻസേർട്ട് ചെയ്ത ആ ഒരു യാണില്ലേ നമ്മൾ മാജിക് റിങ് ചെയ്തത്, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് 3 ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ലോങ് ലൂപ്പ് എടുക്കുക. അതായത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മൾ വലിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിനെ ആ ഹുക്കിൽ നമ്മളത് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഓക്കെ, ഇപ്പോൾ ആദ്യം ചെയ്തപ്പോൾ 4 എണ്ണം ചെയ്തു. രണ്ടാമത്തേൽ ചെയ്തപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ടോട്ടൽ 7 എണ്ണം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതായത് 3DC 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 അങ്ങനെ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഒരു 4 ചെയിൻ എടുത്തു. ആദ്യം 4 ചെയിൻ എടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ നമുക്കൊരു ലൂപ്പാവും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ 3DC വീതം 3 എണ്ണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 10 ലൂപ്പ് നമ്മുടെ ഹുക്കുമ്മേ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ എല്ലാ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്ത് നമ്മൾ അതിനെ പുള്ള് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ചെയിൻ അവിടെ ചെയ്ത് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ച് പുള്ള് ചെയ്ത് കണ്ടോ, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാനിവിടെ ഒരു 3 ചെയിനും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 4 ചെയിൻ സ്റ്റിച്ച് ഇപ്പം നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം 3 ഡബിൾ ക്രോഷ് ചെയ്തില്ലേ, ആ സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു പഫ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒരു പെറ്റൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു 4 ചെയിൻ സ്റ്റിച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു.
അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇപ്പോൾ ഒരു ലൂപ്പ് എടുത്തു. ഓക്കെ, യാൺ ഓവർ ചെയ്ത് നമുക്കപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിവിടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 ലൂപ്പ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ അതിനകത്ത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 7 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു അടുത്ത സ്റ്റിച്ചിലും കൂടെ ഇൻസേർട്ട് ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ നമുക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ യാണ് പിടിച്ചാലാണ് നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഫ്ലവർ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ സെയിം ഇതിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നു. ഇപ്പം നമുക്ക് ടോട്ടൽ 10 ലൂപ്പ് നമ്മുടെ ആ ഒരു ഹുക്കുമ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ യാണിനെ പുൾ ചെയ്തെടുക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതവിടെ ലോക്കായി. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ അവസാനം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മളവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഫ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് 2 പഫ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്, പഫ് പെറ്റൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ യാണിനെ നമ്മളൊന്ന് വലിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ബാക്കി 3 പെറ്റലും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ടോട്ടൽ 5 പഫ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവണ ഞാനൊന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ യാണിനെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, നമുക്ക് പഫ് ഫ്ലവർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ യാണിനെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ യാണിനെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊന്ന് തുന്നി കൊടുക്കാം. തുന്നി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യാൺസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഞാനിവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 ഫ്ലവറും കൂടെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.